ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുക. ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതിനു മുമ്പ് വരുന്ന വചനഭാഗം ഇതാണ്: സ്നാപയോഹനാന് ഭക്ഷിക്കാത്തവനും ഉപവാസമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു പിശാച് ബാധിതനാന്ന് പറഞ്ഞു. ഈശോ വന്നപ്പോൾ നേരെ തിരിച്ചു വന്നു. ഭക്ഷിക്കുന്നവനും എല്ലാവരും കൂടെ ചങ്ങാത്തത്തിലൊക്കെ ഏർപ്പെടുന്നവനും വന്നു. അപ്പോൾ പറഞ്ഞു ഭോജനപ്രിയനാന്ന് പറഞ്ഞു. എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു പ്രകൃതത്തെ എടുത്തു കാണിച്ചിട്ട് ഈശോ പറയാണ്, ജ്ഞാനം അതിൻ്റെ പ്രവർത്തികളിലൂടെയാണ് നീതീകരിക്കപ്പെടുക, വെളിപ്പെടുക. നിൻ്റെ ഉള്ളിൽ ദൈവിക ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രവൃത്തികളിൽ തീർച്ചയായിട്ടും വെളിപ്പെട്ടിരിക്കുന്ന ഈശോ പറഞ്ഞു വയ്ക്കുക. പ്രവൃത്തികളെ നോക്കിയാണല്ലോ വ്യക്തിത്വങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുക. നിന്നിൽ ജ്ഞാനമുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രവൃത്തികളിൽ വെളിപ്പെടുത്തട്ടെ. നിന്നെ കാണുന്ന വ്യക്തികൾ, നീയുമായിട്ട് ഇടപഴകുന്ന വ്യക്തികൾ നിന്നെ നോക്കിക്കൊണ്ട് പറയട്ടെ, നിന്നിലൊരു ചൈതന്യമുണ്ട്. നിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്തോ മനസ്സിനൊരു സമാധാനം തോന്നും. അവിടെ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ഉണ്ടായിത്തീരും. അങ്ങനെ ആയിത്തീരാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. സ്വർഗത്തിന് ഇണങ്ങുന്ന രീതിയിൽ, ജ്ഞാനത്തിന് ഇണങ്ങുന്ന രീതിയിൽ ജീവിതത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട്, ഇടപഴകുന്നവരിലേക്ക് നിന്റെ സന്ദേശം എത്തിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു